أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن له حق لنا ولجميع المسلمين آمين برحمتك يا أرحم الراحمين. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ എക്സാം തുടങ്ങുകയാണ്. പൊതുപരീക്ഷ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ വിഷയം ലിസാനുൽ ഖുർആനാണ്. ആയതിനാൽ ലിസാനുൽ ഖുർആനിൻ്റെ 2 ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുകയാണ്. ബാക്കി എല്ലാ വിഷയത്തിൻ്റെതും ഓരോ ക്വസ്റ്റ്യൻ വീതം പെട്ടെന്ന് തീർക്കും. അപ്പോൾ മക്കളൊക്കെ നന്നായി പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ടോപ്പ് പ്ലസ് നേടാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ 2022 ക്വസ്റ്റ്യനാണ് അനലൈസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, നൂസുൽ ബിൽ മുനാസിബ്, സ്യൂട്ടബിൾ, ചേരുമ്പടി ചേർക്കുക. അവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് മുഅല്ലിമാത്ത്, മുസ്ലിം, സാജിദുൻ, മുസ്ലിമത്തുൻ, ഖംസത്തുൻ, അർബഅത്തുൻ, അശറത്തുൻ, തിസ്അത്തുൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജമ്മുൽ മുദക്കരി സാലിം ഡാഷ്. ആൻസർ അതിൽ നിന്നുള്ളത് ജമ്മു മുദക്കർ സാലിം ഏതാകുന്നു? സാജിദൂൻ എന്നുള്ളതാകുന്നു. അടുത്തത് ജമ്മുൽ മുഅന്നസ് സാലിം, അവിടെ എക്സാമ്പിൾ ഉള്ളത് മുഅല്ലിമാത്തുൻ എന്നുള്ളതാണ്. അപ്പോൾ മുഅല്ലിമാത്തുൻ. മൂന്നാമത്തത് അൽ മുഫ്രദുൽ മുദക്കർ, മുദക്കറായ മുഫ്രദ്, അവിടെയുള്ള ഓപ്ഷൻ മുസ്ലിം എന്നുള്ളതാണ്. അപ്പോൾ ആ മുസ്ലിം എന്നുള്ള ഓപ്ഷൻ എഴുതുക. നാലാമത്തെ ക്വസ്റ്റ്യൻ അൽ ഹുറൂഫുൽ ജാസിമ, ജസ്മ ചെയ്യുന്ന ഹർഫുകൾ 5 എണ്ണമാണ് എന്നാണ് ഉത്തരം. സത്യത്തിൽ 5 എണ്ണമാണ്. അപ്പോൾ അവിടെ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്, അതാണ് എഴുതേണ്ടത്. പിന്നെ അത് ബൈ ദ വേ ഒരു കാര്യം കൂടി പറഞ്ഞുതരാണ്. അൽ ഹുറൂഫ് നാസിബ എന്ന് ഈ സ്ഥാനത്ത് വരികയാണെങ്കിൽ എത്ര എണ്ണമാണ്? 4 എണ്ണമാണ് എന്നുള്ള ഉത്തരമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. അടുത്തത് അൽ ഹുറൂഫുൽ നാസിബ. ഓക്കെ, ആ ചോദ്യം ചോദിക്കപ്പെട്ടു. അർബഅത്തുൻ 4 എണ്ണമാണ്. ഹുറൂഫുൽ അത്ഫി, അർഫിൻ്റെ അത്ഫുകൾ എത്ര എണ്ണമാണ്? 10 എണ്ണമാണ്. അശറത്തുൻ. ഓക്കെ, നമ്മൾ വലിയ 2ലേക്ക് പോവുകയാണ്. നളവു അലാമത സ്വഹീഹ് അലൽ മുനാസിബ്, സ്യൂട്ടായതിൻ്റെ നേരെ ശരി ഉത്തരം ടിക്ക് ചെയ്യുക, ശരി മാർക്ക് ഇടുക. അപ്പോൾ അതിൻ്റെ നേരെ ഏതാണോ ശരി, 3 കോളത്തിൽ ഏതാണോ ശരി അതിൻ്റെ നേരെ എന്ത് ചെയ്യുക? ശരി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 1, ജമുൽ മുഅന്നസ് സാലിം യുർഫഉ ബിൽ വമ്മതി ബിൽ വാവി ബിൽ അലിഫ്. ഏതാ ഉത്തരം ശരി? ബിൽ വമ്മതി. ജമു മുഅന്നസ് സാലിം റഫ് ചെയ്യപ്പെടും. എന്തുകൊണ്ട്? വമ്മ കൊണ്ടാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞുതരാണ്, അതിന് നസ്ബും ജറും കസ്റത്ത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ റഫ് മാത്രം വമ്മത്ത് കൊണ്ട്, ആ വമ്മത്ത് എന്നുള്ള ഉത്തരം ഇടുക. തഖൂം മഖാമൽ ഇസ്മി ളാഹിർ, ളാഹിറായ ഇസ്മിൻ്റെ സ്ഥാനത്ത് നിൽക്കും. ഏതാണ് ഈ സാധനം? മുളാഫ്, ളമാഇർ, മഅ്തൂഫ്. ഉത്തരം അൽ-ളമാഇർ. മൂന്നാമത്തെ ചോദ്യം, ലൈസൽ ഖംറു ഡാഷ് ദാഅൻ. ലൈസൽ ഖംറു ദാഉൻ, ദവാഉൻ, ദവാഅൻ. എന്താണ്? ലൈസൻ്റെ ശേഷമുള്ള ഇസ്മിന് റഫും ഖബറിന് നസ്ബുമാണ്. അപ്പോൾ ദവാഅൻ എന്നുള്ളതാണ് ഉത്തരം ശരിയാക്കേണ്ടത്. ദവാഅൻ. അവിടെ ദവാഉൻ എന്ന് കൊടുത്തിട്ടുള്ളത് തെറ്റാണ്. അപ്പോൾ ദവാഅൻ എന്നുള്ളത് ദാഉൻ എന്ന് പറഞ്ഞാൽ അസുഖം, ദാഅൻ എന്ന് കൊടുത്തിട്ടുള്ളത് അസുഖമാണെന്ന്. അപ്പോൾ ലൈസൽ ഖംറു കള്ളല്ല, ദവാഅൻ മരുന്നല്ല എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. രോഗമല്ല എന്ന് പറഞ്ഞത് ഇഷ്യൂട്ട് ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദവാഅൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്തത് നാസിബുൽ ഫീലിൽ മുളാരി, മുളാരിയായ ഫീലിനെ നസ്ബ് ചെയ്യുന്ന സാധനമാകുന്നു കയ്യ് വല്ല ലൈത്ത. ഏതാണ്? അല്ലൻ കൈ ഇതൻ, അല്ലേ? നമ്മൾ പഠിച്ചതാണ് അല്ലൻ കൈ ഇതൻ. അപ്പോൾ കൈ കൊടുക്കുക, കൈയാണ് ശരിയായ ഉത്തരം. 5, ഫതഹത്തിൽ ഡാഷ് അൽ ബാബ. ഫതഹത്ത് പെണ്ണാണ്. അപ്പം അബുണ്ട്, അത് ശരിയല്ല. അൽ അഖ് ഉണ്ട്, അതും ശരിയല്ല. പിന്നെ അവിടെയുള്ള ഉമ്മ എന്നുണ്ട്, അല്ലേ? അൽ ഉമ്മു. അപ്പോൾ അൽ ഉമ്മു എന്നുള്ളതാണ് ശരി ഉത്തരം. അങ്ങനെ നമ്മൾ ബുദ്ധിയോട് ആലോചിച്ച് വെക്കുക. ഫതഹത്ത് എന്നുള്ളത് ഫതഹു ഫതഹത്ത്, അപ്പം ഒരു സ്ത്രീ എന്നുള്ളതാണ്. അപ്പം അബും അഹും പുരുഷനാണ്, അത് ശരിയാവില്ല നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഉമ്മിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അൽ ഉമ്മു എന്നുള്ളതാണ് ആൻസർ ശരി. 2, അൽ മഫ്ഊൽ മുത്ലഖ്, മഫ്ഊൽ മുത്ലഖ് നായിബ് ഫാഇൽ വർഫ് മസ്തർ. അപ്പോൾ അൽ മഫ്ഊൽ മുത്ലഖ് മസ്തറുൻ എന്ന് പറയുമ്പോൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ മസ്തർ എന്നുള്ളത് ശരി ഇട്ട് കൊടുക്കാം. മൂന്നാമത്തെ വലിയ ക്വസ്റ്റ്യൻ, നുലാഹിദുൽ ജുമല വനക്തുബു ഫിൽ ഫറാഗ് മാ യുത്ലബു. ഈ സെൻറ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ നിരീക്ഷിക്കുക. എന്നിട്ട് പിന്നെ അവിടെ ബ്ലാങ്ക് ചെയ്ത സ്ഥലമുണ്ട്, ഒഴിഞ്ഞ സ്ഥലം,
അവിടെ മായുത്തലബു എന്ന് പറഞ്ഞാൽ അടുത്തൊരു കോളുണ്ട്, അതിലെന്താണോ ഉള്ളത് അത് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അൽ കഅബത്തു കിബ്ലത്തുൽ മുസ്ലിമീൻ, കഅബയാകുന്നത് മുസ്ലിങ്ങളുടെ കിബിലയാണ്. എന്നിട്ട് അൽ മുലാഫു എന്ന് മായുത്തലബു പറഞ്ഞ കോളത്തിൽ ചോദിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് എന്താണ്? അൽ മുലാഫു. അപ്പോൾ ഈ സെൻറ്റൻസിൽ നിന്ന് മുലാഫ് എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അത് നമുക്ക് അറിയോ അറിയില്ല എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഈ അൽ കഅബത്തു കിബ്ലത്തുൽ മുസ്ലിമീൻ എന്ന ക്വസ്റ്റ്യനിൽ നിന്ന് എന്ത് ചെയ്യുക? മുലാഫായ സാധനം ഇവിടെ എടുത്ത് ചെയ്ത അതിൽ മുലാഫ് ഏതാ? കിബില, കിബിലത്തുൽ മുസ്ലിമീൻ. കിബില മുലാഫാണ്, അൽ മുസ്ലിമീൻ മുലാഫിലയാണ്, മുസ്ലിമീങ്ങളുടെ കിബില അല്ലേ. അപ്പം ആരുടെ എന്നുള്ളത് മുലാഫിലൈ, പിന്നെ എന്ത് ആദ്യം ഏതിലേക്കാണ് ചേർക്കപ്പെട്ടത്? അതെന്ത്? മുലാഫ്. അപ്പം കിബിലത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കിബില അല്ലേ. അപ്പം കിബില എന്നുള്ളത് മുലാഫ്. 2 ഇലാ ബൈത്തിൽ ഉസ്താദി, ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അൽ മജ്റൂർ, അവിടെ മജ്റൂർ ഏതാണെന്ന് കാണിച്ചു തരാം. ഇലാ ബൈത്തിൽ ഉസ്താദി, ബൈത്ത് എന്നുള്ളതാണ് മജ്റൂർ കേട്ടോ. ഉസ്താദ് മുലാഫിലൈയാണ്. അപ്പം മജ്റൂർ കാണിച്ചേണ്ടത് ബൈത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഉസ്താദിനും മജ്റൂർ ജർ ചെയ്യപ്പെട്ടതല്ലേ? ഓക്കെ. പക്ഷേ ഇവിടെ അതിന് മുലാഫിലൈ എന്ന് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ പറയേണ്ടത്. ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ബൈത്തിനെ കാണിക്കുക. അപ്പോൾ ഹർഫ് ജറിൻ്റെ ശേഷം വന്ന സാധനം ഏതാ? അത് ബൈത്തല്ലേ? ആ നിലയ്ക്ക് നിങ്ങൾ അത് കാണിച്ചു കൊടുക്കുക കേട്ടോ. കാരണം മുലാഫിലൈൻ്റെ വേറെ ചോദ്യം വരുന്നുണ്ട്. നോക്കൂ, അടുത്തത് മൂന്നാമത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂലാണ് മുഹമ്മദ് തങ്ങൾ അല്ലേ, അങ്ങനെയുള്ള മുഹമ്മദ് തങ്ങൾ എന്ന്. അപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുലാഫിലൈ ഏതാണെന്ന് ചോദിക്കുന്നു. റസൂലുള്ളാഹി എന്നുള്ളതിൽ അള്ളാഹി എന്നുള്ളതാണ് മുലാഫിലൈ. റസൂൽ മുലാഫാണ്, അള്ളാഹി മുലാഫിലൈയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മുലാഫിലൈ ഏതാ? അള്ളാഹി, റസൂലുള്ളാഹി എന്നുള്ള അള്ളാഹി. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ അൽ ഖുർആനു കലാമുല്ലാഹി, ഇതിന് മുബ്തദ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അൽ മുബ്തദ മായുത്തലബു അൽ മുബ്തദ. അൽ ഖുർആനു എന്നുള്ളത് മുബ്തദാണ്, കലാമുല്ലാഹ് എന്നുള്ളത് കലാമ് ഖബറാണ് അല്ലേ. അപ്പം അൽ ഖുർആനു എന്നുള്ളത് മുബ്തദ. അപ്പോൾ മുബ്തദ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഫറാഖിൽ അൽ ഖുർആൻ. ഈ ചോദ്യം നല്ല ഇമ്പോർട്ടൻറ്റ് ചോദ്യം, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, വരും, നന്നായി മനസ്സിലാക്കണം. അൽ ഉമ്മുൽ ഖബായിസ്, മദ്യപാനം എന്നുള്ളത് തിന്മകളുടെ ഉമ്മയാണ്, മാതാവാണ്, ചീത്ത കാര്യങ്ങളുടെ ഉമ്മയാണ്. അതിൽ ഖബർ ഏതാണ് എന്നുള്ളതാണ് മായുത്തലബ്. ഖബർ ഏതാ? ഉമ്മുൽ ഖബായിസ്. ആറാമത്തെ ചോദ്യം അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ഇതിൽ മഅ്തൂഫ് ഏതാണ് എന്നാണ് മായുത്തലബ്. അപ്പം മഅ്തൂഫ് ഏതാ? ഈ അർഫായ ആത്തിഫായ വാവിൻ്റെ ശേഷം അല്ലെങ്കിൽ ആത്തിഫായ എന്താണോ സാധനം അതിന് ശേഷം വരുന്നതാണ് മഅ്തൂഫ്. അതിൻ്റെ മുന്നേ വരുന്നതാണ് മഅ്തൂഫ് അലൈഹി എന്ന് പറയാം. അപ്പം നമ്മൾ അൽ അർദിന് എന്ത് ചെയ്യാം? മഅ്തൂഫ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മളോട് ഈ ചോദ്യത്തിൽ സപ്പോസ് ചോദ്യം നമ്മളോട് വന്നത് മഅ്തൂഫ് അലൈ ഏതാണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാലോ മഅ്തൂഫ് അലൈ സമാവാത്താണെന്ന് പറയാം. ഇനി ആത്തിഫ് ഏതാണെന്ന് ചോദിച്ചാലോ വാവിനിട്ട് കൊടുക്കുക. സമാവാത്തി വല്ല അങ്ങനോട് വാവില്ലേ, ആ വാവ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ മനസ്സിലാണില്ലേ? അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഉത്തരം ഏതാണ് എന്ന് പറയാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇൻഷാ അല്ലാഹ് പഠിച്ചത് എല്ലാം ഉഷാറായവരാണെങ്കിൽ അപ്പോൾ ഒന്നുകൂടി ഉഷാറാവും. അല്ലാത്തവരത് നന്നായി മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യാം. അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. അടുത്തത് നാലാമത്തെ വലിയ ക്വസ്റ്റ്യനാണ് നക്തുബു ഫിൽ ഫറാഖി അൽ ഔഫഖ മിമ്മാ ബൈനൽ ഖൗസൈൻ. ഈ ബ്രാക്കറ്റിൽ 3ഓളം സാധനം കൊടുത്തിട്ടുണ്ട് എല്ലാ ക്വസ്റ്റ്യൻ്റെയും സൈഡിൽ ബ്രാക്കറ്റിൽ. അതിൽ നിന്ന് ഏറ്റവും സ്യൂട്ടായ സാധനത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിലേക്ക് എടുത്ത് ചേർത്ത് ചെയ്യുക. അപ്പോൾ ഡാഷ് യൂസുഫു അലൈഹിസ്സലാം നായിമ ബാത്ത ലമ്മ കഅന്ന. അപ്പോൾ അവിടെ എന്താ സ്യൂട്ടായത്? ബാത്തയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഉറങ്ങിയവരായി, രാത്രിയിലായി എന്നുള്ള അർത്ഥം. രണ്ടാമത് അൽ വലതു ഡാഷ് യഹ്ളുർ ഫിൽ മദ്രസത്തി. അൽ വലതു ഡാഷ് കുട്ടി ഡാഷ് യഹ്ളുർ ഹാജറാകുക ഫിൽ മദ്രസത്തി മദ്രസയിൽ അല്ലേ. ലന്ന് ലമ്മ് ഹത്തുണ്ട്. ഇവിടെ യഹ്ളുറിന് ജസ്മും കൊടുത്തിരിക്കണം. യഹ്ളുർ റാഇന് സുക്കൂന് ജസ്മാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ബുദ്ധിയിൽ ഓടിക്കണം. എന്താ പഠിച്ചോനെ 3 അക്ഷരങ്ങളാണ് ഇതിൽ. പിന്നെ യഹ്ളുറു എന്ന മുദാരിയാഫിൽ ജസ്മ് ചെയ്യുന്ന സാധന പറ്റിയിൽ ഏതാണെന്ന് നമ്മളതിനെ ആലോചിക്കാം. ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഐഡിയയാണ് പറഞ്ഞത്. അല്ല അമ്മാണ് ലമ്മ് ലം ലമ്മ ലാമ ലമ്മ ലാമില്ലേ ലമ്മ അവിടെ ഉണ്ട് നമ്മൾ കണ്ടു. അപ്പോൾ ലമ്മ അങ്ങെടുത്ത് ചെയ്ത കേട്ടോ. അപ്പോൾ ഉത്തരം അൽ വലതു ലം യഹ്ളുർ ഫിൽ മദ്രസത്തി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലാകിന്നൽ ഖംറദ ഡാഷ് അൽ ഖംറദ ഉൻ. നെഹനുണ്ട്, അത് ശരിയാവില്ല. കൈയുണ്ട്, വേണ്ടി എന്നുള്ള അർത്ഥം, അതും ശരിയാവില്ല. ലാക്കിന്ന പക്ഷേ മദ്യം അസുഖമാണ്. അവ ലാക്കിന്നാണ് ശരി എന്ന് മനസ്സിലാക്കാം. ലാക്കിനിട്ട് കൊടുക്കാം. ജഅത്തിൽ ഉമ്മു ഡാഷ് അൽ ജദ്ദത്തു. ജഅത്തിൽ ഉമ്മു ഉമ്മ വന്നു ഡാഷ് അൽ ജദ്ദത്തു. ബല്ലുണ്ട്, ലന്നുണ്ട്, ഹി ഉണ്ട്. ലന്നു ഹി അവിടെ ശരിയാവില്ല.
ഇമ്മ അല്ലല്ല വല്യമ്മയാണ് വന്നത്. അപ്പം ബല്ലാണ് അവിടെ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അത് അടുത്തത് 5 5 ഡാഷ് അൽ ഖംറ ഹറാമുൻ അലൈന. അൻതുണ്ട്, ഇന്നുണ്ട്, കാനുണ്ട്. അവിടെ ഇന്നയാണ് വേണ്ടത്. ഇന്നൽ ഖംറ ഹറാമുൻ അലൈന. 6ാമത്തെ ചോദ്യം യഅലം അന്ന ഡാഷ് ഖരീബുൻ. അന്നൻ്റെ ശേഷം നസ്ബാണ് നമ്മൾ പഠിച്ചുകൊണ്ട്. ഇവിടെ മൗത്തി, മൗത്തു, മൗത്ത. അപ്പോൾ ഏതാ നസ്ബുള്ള സാധനം? അൽ മൗത്ത. അപ്പോൾ യഅലം അന്നൽ മൗത്ത ഖരീബുൻ, അതാണ് ശരിയായ ആൻസർ. അടുത്ത 5ാമത്തെ വലിയ ചോദ്യം നോക്കൂ. നുക്കമ്മിലു, നമ്മൾ പൂരിപ്പിച്ച് വീട്ടണം, പൂരിപ്പിക്കാം. അവിടെ കൊടുത്ത സാധനങ്ങൾ പൂർത്തിയാക്കണം. ഇദാ ലം യുദ്കർ മഅൽ ഫീലി ഫായിലു യുസമ്മ ഡാഷ്. ഫീലിൻ്റെ കൂടെ ഫായിലിൻ്റെ ഇദാലം യുദ്കർ മഅൽ ഫീലിൻ്റെ കൂടെ ഫായിൽ, അതിൻ്റെ ഫായിൽ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് ഡാഷ് എന്ന് പറയും. എന്താണ്? മജൂല് എന്ന് പറയും. നമ്മൾ മജൂല് മഅറൂഫ് രണ്ട് സംഗതികൾ പഠിച്ചു. അപ്പം പറഞ്ഞാലോ ഫായിലിനെ പറഞ്ഞാലോ അതിന് മഅറൂഫ് എന്ന് പറയും. ഇവിടെ ചോദ്യം പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അവ മജൂലിൻ്റെ ഉത്തരം. ഓക്കെ. 2 അർഫിൻ്റെ അദ്ബുകൾക്ക് ശേഷമുള്ളതിന് ഡാഷ് എന്ന് പറയപ്പെടും. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു ക്വസ്റ്റ്യനിൽ മാറ്റൂഫ എന്ന് പറയപ്പെടും. ഇവിടെ തന്നെ വേറെ ചോദ്യം ചോദിക്കുകയാണ്. ഇനി അർഫിൻ്റെ മുന്നിൽ എന്ത് പറയപ്പെടും? മാറ്റൂഫ അലൈഹി എന്ന് പറയപ്പെടും. ഇനി ആ അർഫിന് എന്ത് പറയപ്പെടും? ആറ്റിഫി എന്ന് പറയപ്പെടും. ഓക്കെ. അതിനോട് ബന്ധമുള്ള 3 ക്വസ്റ്റ്യൻ കൂടി ഉസ്താദ് പറഞ്ഞു തന്നതാണ്. മൂന്നാമത്തെ ചോദ്യം ജമുൽ മുദക്കർ സാലിം യുർഫൗ ഡാഷ്. ജമുൽ മുദക്കർ സാലിം യുർഫൗ ബിൽ വാവി വയുൻസബു വയുജറു ബിൽ യാഇൽ മക്സൂരി മാ ഖബല. അതിൻ്റെ മുന്നിലുള്ളതിൽ കസ്ർ ചെയ്യപ്പെട്ടതായ അവസ്ഥയിൽ യാ കൊണ്ട് ജർ ചെയ്യപ്പെടുകയും നിസ്ബ് ചെയ്യപ്പെടുകയും പിന്നെ വാവ് കൊണ്ട് റഫ്കും ചെയ്യപ്പെടും. ആര്? ജമ്മു അക്ബർ സാലിമിന്. അല്ലെ അപ്പം ജമ്മു അക്ബർ സാലിമിന് ഏറാം എന്താന്ന് ചോദിച്ചാലും ഈ ഉത്തരമാണ് പറയേണ്ടത്. അപ്പോൾ പഠിച്ചു വെക്കുക. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഡാഷ് ഇദാ ജാഅ അജലുഹാ വഇല സമാഇ ഡാഷ് റുഫിയത്. അല്ലേ? والمعطوف يتبع المعطوف عليه ഡാഷ്. മഅതൂഫ് അലൈഹി ഏത് വിഷയത്തിൽ പിൻപറ്റും? ഫിൽ ഇഅറാബി. അടുത്ത വലിയ ക്വസ്റ്റ്യനാണ്, വലിയ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. നുബയ്യിനു, നമുക്ക് വിശദീകരിക്കാം. അമലു കാന വ അഖവാതിഹ. കാനൻ്റെയും ഓരോ അഖവാത്തിൻ്റെയും ഇഅറാബ് എന്താണ്? തർഫഉൽ ഇസ്മ വ തൻസിബുൽ ഖബറ. ഇസ്മിൽ റഫ്അയും ഖബറുൽ നസ്ബിയും. അല്ലേ? ഇനി ചോദ്യം ഇന്ന അഖവാത്തിൻ്റെ പിന്നെ അമൽ എന്താണ്? ഉദാഹരണം ചോദ്യം വന്നെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ എഴുതുക? അഖവാത്തിൻ്റെ പിന്നെ എന്താ വന്നത് നിങ്ങൾ എഴുതണം. മറന്നു കൊടുക്കരുത്. ജസ്റ്റ് ഓപ്പോസിറ്റ്. എന്താണ് ചെയ്യാം? തൻസിബുൽ ഇസ്മ വ തർഫഉൽ ഖബറ. അല്ലേ? ജസ്റ്റ് ഓപ്പോസിറ്റ്. തൻസിബുൽ ഇസ്മ വ തർഫഉൽ ഖബറ. ഇതിനെ നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ടാമത്തത് നിങ്ങൾക്കത് ഓർത്ത് വെക്കാൻ ഞാൻ നല്ലൊരു ഐഡിയ പറയാം. നമ്മളെപ്പോഴും കേൾക്കണതല്ലേ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ. അല്ലേ? നമ്മൾ ബാങ്കിൽ എപ്പോഴും കേൾക്കണല്ലേ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ. മുഹമ്മദ് നസ്ബ് ചെയ്തു, മറ്റേക്ക് എന്ത് ചെയ്തു? റസൂലുള്ളാ. റസൂലിന് പിന്നെ എന്ത് ചെയ്തു? റഫും ചെയ്തു. മുഹമ്മദിന് എന്ത് ചെയ്തു? നസ്ബും ചെയ്തു. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഖാനൻ്റെ ഇതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അൽ മഅറൂഫു. രണ്ടാമത്തെ മഅറൂഫ് എന്താണെന്ന് പറയാം? ഇദാ ദുകിറ മഅൽ ഫിഅലി ഫായിലു യുസമ്മ മഅറൂഫ. നേരത്തെ ചോദ്യം ചോദിച്ചില്ലേ? അതന്നെ. ഫീലിൻ്റെ കൂടെ ഫായിൽ പറയപ്പെട്ടാൽ മഅറൂഫ് എന്ന് പറയും. അതായത് നമ്മളവിടെ പാടത്ത് പഠിച്ചിട്ടുണ്ട്. ഫീൽ 2 ഇനമാണ്. ഒന്ന് മഅറൂഫ്, ഒന്ന് മജ്ഹൂൽ. അവിടെ പഠിച്ചാണ് കേട്ടോ. 3 ജമ്മു അക്ബർ സാലിം ഏതാണ്? മാദല്ല അലാ അക്സരി മിൻ ഇസ്നൈനി മാ സലാമത്തി ബിനാഇ മുഫ്രദിഹി. മുഫ്രദിൻ്റെ ബിനായി രക്ഷപ്പെടുവോടുകൂടെ 2 ഏറെ ഉള്ളതിൻ്റെ മേലെ അറിയിക്കുന്ന ഒരു പദമാണ്. അല്ലേ? അത് യുർഫഉ ബിൽ വാവി വയുൻസബു വയുജറു ബിൽ യാഇൽ മക്സൂറത്തി ഖബ്ലഹാ. നമ്മൾ നേരത്തെ പഠിച്ചു അതിൻ്റെ ഇറാബ്. അല്ലേ? അതൊന്ന് മുഴുവൻ എഴുതേണ്ട ആവശ്യം. എത്ര എഴുതാൻ തന്നെ അതിന് ഉത്തരമായി കേട്ടോ. ഞാനൊന്ന് പറഞ്ഞു തന്നേന്നുള്ളൂ. 4ാമത്തെ ചോദ്യം അൽ ഫിഅലുൽ മുളാരി യുൻസബു മതാ. മുളാരിയ ഫിഅൽ എപ്പോഴാണ് നസ്ബ് ചെയ്യപ്പെടുക? അപ്പോൾ എപ്പോഴാണ് എപ്പെടുക? ഇദാ ദഖല അലൈഹി നാസിബുൻ. എൻ്റെ മേലെ വല്ല നാസിബും പ്രവേശിച്ചാൽ ആ നാസിബിനെ ഏതാണെന്ന് ചോദിച്ചാൽ അല്ലൻ ഇതൻ കൈ. അല്ലേ? അല്ലൻ ഇതൻ കൈ ഇതൻ. അപ്പോൾ ഈ 4 ഓക്കെ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്തു. നിങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ 2 ക്വസ്റ്റ്യനുമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ലിസാനിൻ്റെ ക്വസ്റ്റ്യനും കൂടി 2021 നടന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ അനലൈസ് ചെയ്യണം. അള്ളാഹു നമ്മൾ ഇതൊക്കെ ഒരു നാഫിയായ ഒരു സ്വാലിയായ അമലായി സ്വീകരിക്കട്ടെ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നൂസിൽ ബിമായി നാസിൽ ചേരുംപടി ചേർക്കുക അല്ലേ. ഒന്ന് ബിൽ കസറത്തി അർബാത്തുൻ അത്തൻവീൻ ബിൽയാഇ അൽ ഖബർ ബിൽവാവി സലാസത്തുൻ. ഇതൊക്കെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം അൽ ഹുറൂഫുൽ നാസിബത്തുൽ മുളാരി ഡാഷ് അർബാത്തുൻ. 2 സോറ തൻസിബു ഡാഷ്. സോറ തൻസിബു ആർക്ക് നസ്ബ് ചെയ്യും? ഖബറിനാണ് നസ്ബ് ചെയ്യുക, ഖബർ എന്നുള്ള ഉത്തരം. 3 യുജറുൽ ജമുൽ മുദക്കർ സാലിമി, ജമുക്കർ സാലിമി എന്തുകൊണ്ടാണ് ചെറിയപ്പെടുക? ബിൽയാഇ. 4 യുജറുൽ ജമുൽ മുഅന്നസ് സാലിമി ഡാഷ്. ജമുൽ സാലിം എന്തുകൊണ്ടാണ് ജമ്മു മുഅന്നസ് സാലിം എന്തുകൊണ്ടാണ് ചെറിയപ്പെടുക? ബിൽ കസ്റത്തി. ജമ്മു മുഅന്നസാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. ജമ്മു മുഅന്നസാണ്. ഇനി മാറിയാണ് നിങ്ങൾ എന്ത് ചെയ്ത് മുദക്കറാക്കരുത്. മുദക്കറാകുമ്പോൾ സാധനം മാറിപ്പോവും, പ്രത്യേകം ശ്രദ്ധിക്കാം. 5 യോദമുൽ മുവാഫി, മുവാഫിൽ നിന്ന് കളയപ്പെടും എന്ത്? അത്തൻബീനോ. ഇനി രണ്ടാമത്തെ വലിയ ക്വസ്റ്റ്യൻ, യുമൈസു ബിസ്സഹീ ബിഹാദി. ഈ ടിക്ക് മാർക്ക് ശരി മാർക്ക് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ വ്യക്തമാക്കുക ശരിനെ. ഇർഫു ജമ്മുൽ മുദക്കർ സാലിമ്, ജമ്മു അക്കർ സാലിം എന്ത് ചെയ്യും? ജറിയപ്പെടും. എന്തുകൊണ്ട്? വമ്മത്ത് ബിൽയായി ബിൽവാവി ഉണ്ട്. ഉത്തരം ശരി, ബിൽവാവി. 2 യുൻസബ് ജമ്മുൽ മുഅന്നസ് സാലിം, ജമ്മു മുഅന്നസ് സാലിമിൽ നസ്ബ് ചെയ്യപ്പെടും ബിൽയായി ബിൽബത്തി ബിൽ കസ്റത്തി. ബിൽ കസ്റത്തി കറക്റ്റ് ഉത്തരം. 3 മിനൽ ദമാഇൽ മുത്തസില, മുത്തസില ദമീൽപ്പെട്ട അൻതുന്ന നാഉം, നാ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 4 ഇന്നൽ ഖംറ ഡാഷ് ദാഉൻ ഷിഫാഉൻ ദവാഉൻ. ഇന്നൽ ഖംറ ദാഉൻ ട്ടോ. വല്ലത്തിൽ ഉമ്മു ഡാഷ് സ്വാഇമത്തുൻ സ്വാഇമതൻ സ്വാഇമത്തിൻ. ഏതാ? സ്വാഇമതൻ. കാരണം വന്ന കാനാഖവാത്താണ് അല്ലേ, കാനാഖത്തിൽപ്പെട്ടതാണ്. അപ്പം എന്തായി? ഉമ്മിന് റഫ് ചെയ്തപ്പം അടുത്തതിന് ഖബറിന് എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. 3ാമത്തത് നദമിതു ബിൽ അഷ്കാലി, അവിടെ അർക്കത്തിട്ടില്ല. അത് അർക്കത്ത് കറക്റ്റിൽ നിങ്ങൾ ഇടണം. അതിലൊരു അർക്കത്തിട്ടിട്ടില്ല. അസ്ബഹത്തിൽ ഉമ്മു നാഇമതൻ എന്നാണ് അതിൻ്റെ ഉത്തരം. ഡാഷ്. 2ാമത്തത് ഇന്നൽ മുസ്ലിമാത്തി യസ്തുർന റൂസഹുന്ന. ഇന്നാണ്. ഇന്ന അതിന് ശേഷം വന്നത് ജമ്മു മുഅന്നസ് സാലിമാണ്. അപ്പോൾ അതിന് ഇന്ന നസ്ബ് ചെയ്യണം. അപ്പോൾ ജമ്മു മുഅന്നസ് സാലിം എന്തുകൊണ്ടാണ് നസ്ബ്? കസ്റത്ത് കൊണ്ട്. അവിടെ മുസ്ലിമാത്തി എന്നിട്ടു അല്ലേ. യസ്തുർന റൂസഹുന്ന, റൂസഹുന്ന. റൂസ് എന്നുള്ളത് മഫ്ഊൽ ബിയാണ് യസ്തുർനൻ്റെ. അപ്പോൾ റൂസ, അത് ശ്രദ്ധിക്കുക. ലൈസൽ ഖംറ ദവാഉൻ വലാകിന്നൽ ഖംറ ദാഉൻ. അവിടെ ലൈസൻ്റെ ഏറാബ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പേപ്പിക്കൂല, അതൊക്കെ നോക്കും. ലൈസൽ ഖംറ ദവാഉൻ വലാകിന്നൽ ഖംറ ദാഉൻ. ലൈസൽ ഖംറു ദവാഅൻ വലാകിന്നൽ ഖംറ ദാഉൻ. ഓക്കെ, ഒക്കെ നിലവിൽ ലമീർ കൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യണം? വമീർ കൊണ്ട് എന്ത് ചെയ്യണം? സ്യൂട്ടബിൾ ആയത് പൂർത്തിയാക്കി വിട്ടണം. അപ്പോൾ ഇവിടെ വമീർ ഇട്ടിട്ടില്ല, വമീറുകളൊക്കെ ഡാഷ് ആക്കിക്കണം. ഡാഷ് സ്വായിമുൻ അബു ഡാഷ് ആലിമുൻ ഡാഷ് മുദരിസുൻ ദർസു ഡാഷ് ഫിൽ മസ്ജിദി. ഇങ്ങനെ എഴുതേണ്ടത്. ഹുവ സ്വായിമുൻ അബൂഹു. ചിലർക്ക് അബൂഹു എന്ന് എഴുതും, അത് തെറ്റാണ്. അബൂഹു ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് നമ്മൾ അർത്ഥം ഇതിനോടുത്ത് സാര ഇതിനോട് ചില ആൾക്കാർ അങ്ങനെ അബൂഹു എന്നൊക്കെ എഴുതുന്നുണ്ട്. അവർക്ക് അറിയാം, പക്ഷേ വാവിടാൻ മറക്കണമാണ്. അത് ശ്രദ്ധിക്കണം. അബൂഹു ആലിമുൻ വഹുവ മുദരിസുൻ ദർസുഹു ഫിൽ മസ്ജിദി. ദർസുഹു ട്ടോ. അവൻ നോമ്പുകാരനാണ്, അവൻ്റെ പിതാവ് പണ്ഡിതനാണ്, അദ്ദേഹം മുദരിസാണ്, അദ്ദേഹത്തിൻ്റെ ദർസ് പള്ളിയിലാണ്. അടുത്തത് ഡാഷ് മുഅ്മിനൂന ഖിബ്ലത്തു ഡാഷ് അൽ കഅബ ഡാഷ് ഫിൽ മക്ക. അപ്പം ഉത്തരം ഇതുണ്ട്. നഹ്നു മുഅ്മിനൂന, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. ഖിബ്ലത്തുന അൽ കഅബ, ഞങ്ങളുടെ ഖിബ്ല, ഖിബ്ലത്തുന ഞങ്ങളുടെ ഖിബ്ല കഅബയാണ്. ഹിയ ഫീ മക്ക, അത് മക്കയിലാണ്. കണ്ടോ, മനസ്സിലായോ? അടുത്ത നോക്കൂ. യാ ബനാത്തി ഡാഷ് മുഅ്മിനാത്തുൻ ഖദ് ഫറദല്ലാഹു ഡാഷ് ഖംസ സ്വലവാത്തിൻ. യാ ബനാത്തി, എൻ്റെ പെൺകുട്ടികളെ, അൻതുന്ന തീർച്ചയായിട്ടും നിങ്ങൾ. അപ്പം അൻതുന്ന എന്നുള്ള തമ്മിൽ പെൺകുട്ടികളോട് അങ്ങനെ പറയാം. പെണ്ണുങ്ങളായ ചെമ്പിന് അൻതുന്നെ പറയേണ്ടത്, അൻതും പറയരുത് അവിടെ കേട്ടോ. മുഅ്മിനാത്തുൻ ഖദ് ഫറദല്ലാഹു ലക്കുന്ന, പെൺകുട്ടിയോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ലക്കുന്ന പറയണം. ആൺകുട്ടിയോട് ലക്കും, പെൺകുട്ടിയോട് ലക്കുന്ന. ഖംസ സ്വലവാത്തിൻ, അള്ളാഹു നിങ്ങൾക്ക് 5 വക്ത് നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് അല്ലേ. എൻ്റെ പെൺകുട്ടികളെ, നിങ്ങൾ മുസ്ലിങ്ങളാകുന്നു, മുഅ്മിനീങ്ങളാകുന്നു. അടുത്ത വലിയ 5 നോക്കൂ. മുഅർരിബു,
ഇവിടെ മലയാളത്തിൽ തന്നിക്കണം, അറബി മലയാളത്തിൽ തന്നിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, അത് അറബിയിലാക്കണം. റാഷിദ് വിദ്യാർത്ഥിയാണ്, എങ്ങനെ പറയാ, റാഷിദുൻ ത്വാലിബുൻ. സിമ്പിളാണ് കേട്ടോ, നിങ്ങൾ പേടിക്കരുത്, എഴുതണം. റാഷിദുൻ ത്വാലിബുൻ, അവൻ്റെ പിതാവ് കച്ചവടക്കാരനാണ്. അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് അബൂഹു എന്ന് എഴുതും ചില ആൾക്കാർ, അബൂഹു എന്ന് എഴുതണേ, അബൂ വാവിടണം, അബുവിൻ്റെ ബാവിന് ശേഷം. അബൂഹു താജിറുൻ, അബൂഹു. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഹുവ അബൂ എന്നൊക്കെ എഴുതും, അവൻ എന്നുള്ളതിന് ഹുവ അല്ലേ ഉസ്താദെ, അപ്പോൾ ഹു അങ്ങനെ ഞങ്ങൾ കേൾക്കരുത് മക്കളെ. അബൂഹു എന്നാണ് അവൻ്റെ പിതാവ് എന്ന് പറയേണ്ടത് കേട്ടോ. ഹുവ അബൂ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോയേ. അപ്പോൾ അബൂഹു താജിറുൻ, അവൻ്റെ പിതാവ് കച്ചവടക്കാരനാണ്. പിന്നെ അവൻ ധനികനാണ്, അവൻ എന്നുള്ളത് എന്താ, ഹുവ. ധനികൻ എന്നുള്ളതിന് വലിയുൻ, അപ്പം എന്താ പറയുക, ഹുവ വലിയുൻ. വെരി ഗുഡ്. അടുത്ത നോക്കൂ, 2. മദ്യപാനി രോഗിയായിത്തീരും. സോറ യസീറാണ്, ഈ തീരെ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റേ അവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതിന് സോറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സോറൻ്റെ മുതാരി നമ്മളെടുത്തു യസീറു, തീരുന്നല്ലേ, ഫ്യൂച്ചറല്ല പറഞ്ഞത്, മുസ്തഖ്ബലല്ല. അപ്പോൾ യസീറു മദ്യപാനിക്ക് എന്താ പറയുക, ഷാരിബുൽ ഖംറ്, ഷാരിബുൽ ഖംറ്, കള്ള് കുടിക്കുന്ന ആള്. യസീറു ഷാരിബുൽ ഖംറി മരീള, കള്ള് കുടിക്കുന്നവൻ, അതിനാ മദ്യപാനി എന്ന് പറയാം. രോഗിയായിത്തീരും, രോഗിക്കാണ് മരീള. അപ്പോൾ യസീറു ഷാരിബുൽ ഖംറി മരീള. ഷാരിബു എന്നുള്ളതിന് റഫ് എഴുതണം, മരീള എന്നുള്ളതിന് നെസ്ബിലൊക്കെ ഭയങ്കര പ്രധാനമുണ്ട് കേട്ടോ. അപ്പോൾ അക്കത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ. 3ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളെ നിങ്ങൾ വഴിയുടെ മധ്യത്തിൽ വെച്ച് കളിക്കരുത്. കുട്ടികൾക്കുള്ള എന്താ, ഗിൽമാൻ. യാ ഗിൽമാൻ, കുട്ടികളെ. ലാ തലാബു, നിങ്ങൾ കളിക്കരുത്. മദ്യം എന്ന് പറഞ്ഞാൽ എന്താ, നടു, വസ്തു, അതിനെന്താ പറയുക, വസ്തു. വഴി എന്നുള്ളതിന് വഴിയുടെ, വഴി എന്ന് പറഞ്ഞാൽ ത്വരീക്ക്. അപ്പോൾ വഴിയുടെ എന്നുള്ളതിന് മുലാഫിലേ ആക്കിയാൽ മതി. അപ്പോൾ വസ്തത്വരീക്ക്. അപ്പോൾ ലാ തലാബു വസ്തത്വരീക്ക്, നിങ്ങൾ വഴിയുടെ മധ്യത്തിൽ വെച്ച് കളിക്കരുത്. മനസ്സിലായോ? യാ ഗിൽമാനു ലാ തലാബു വസ്തത്വരീക്ക്. അടുത്തത് 4. ഇരിപ്പിടത്തിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റു ഉസ്താദിനെ ബഹുമാനിച്ചതിന് വേണ്ടി. ഖുംനാ മിനൽ മജ്ലിസി ഇജ്ലാലൻ ലിൽ ഉസ്താദി, അല്ലേ, മഫഊലു എന്തിന് വേണ്ടി നമ്മൾ പഠിച്ചില്ല, കാരണം പറയാൻ വേണ്ടി. ഇജ്ലാലൻ അല്ലെങ്കിൽ തഅദീമൻ ലിൽ ഉസ്താദി അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഖുംനാ മിനൽ മജ്ലിസി തഅദീമൻ ലിൽ ഉസ്താദി, ഉസ്താദിനെ ബഹുമാനിച്ചതിന് വേണ്ടി ഞങ്ങൾ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റു. ഇനി അറബി മലയാളത്തിലേക്ക് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇവിടെ അറബി തന്നിട്ടുണ്ട്, ലുതർജിമു ബി അറബി മലയാളം, വലിയ 6 കേട്ടോ. 1 നഖറഉ ബുക്റതൻ കുല്ല യൗമിൻ സൂറത യാസീൻ, എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ സൂറത്ത് യാസീൻ ഓതും. ഓതുന്നു എന്ന് എഴുതാനും ശരിയാണ്, ഓതുന്നു എഴുതാനും ശരിയാണ്. നഖറഉ ആണ്, അപ്പോൾ ശ്രദ്ധിക്കണേ, ഞാൻ എഴുതരുത്. നഖറഉ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നല്ലേ, യഖ്റഉ യഖ്റാനി സർഫാക്കി അഖ്റഉ നഖറഉ, അത് ശ്രദ്ധിക്കണേ. ചില കുട്ടികൾക്ക് പാക്കുന്നുണ്ട് ഞാൻ ചെയ്യിച്ചപ്പോൾ, ശ്രദ്ധിക്കാം. 2 യഖ്ദുമു അബി മസാ യൗമിൽ ഖമീസി മിനൽ മദീന, യൗമുൽ ഖമീസ് വ്യാഴാഴ്ച നിങ്ങൾക്കറിയാം. യഖ്ദുമു പറഞ്ഞാൽ വരും, മസാ വൈകുന്നേരം, മദീന പട്ടണം നടത്തേണ്ട ഇപ്പോൾ സ്ഥലത്തിൻ്റെ പേരാണ് നമ്മളെ മദീന ആയിക്കോട്ടെ, റസൂലുള്ളാഹിന്റെ മദീന. അപ്പോൾ എങ്ങനെ അത് അർത്ഥം വെക്കാം, വ്യാഴാഴ്ച വൈകുന്നേരം പട്ടണത്തിൽ നിന്നും എൻ്റെ പിതാവ് വരും എന്നെങ്കിൽ അങ്ങനെ വെക്കാം. അതിൽ വ്യാഴാഴ്ച വൈകുന്നേരം എൻ്റെ പച്ചി മദീനയിലാണ്, മക്കത്തെ മദീനയിലെ, സൗദി അറേബ്യയിലെ മദീനയിലാണ്. അപ്പോൾ മദീനയിൽ നിന്നും വ്യാഴാഴ്ച വൈകുന്നേരം മദീനയിൽ നിന്നും എൻ്റെ പിതാവ് വരും. 2 എഴുതിയാലും ഉത്തരം ശരിയാവും കേട്ടോ. അടുത്ത ചോദ്യം 3 അൽ ബനാത്തു ലാ യസ്തരിക്ന ഫിൽ മുബാറാത്തി, പെൺകുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കില്ല. ഓക്കെ. 7ാമത്തെ ക്വസ്റ്റ്യൻ ഉജീബ് ആൻസർ ചെയ്ത. അൽ മഅതൂഫ് യത്ബഉ ബിമാ, മഅതൂഫ് എന്തിനെ പിൻപറ്റും, മഅതൂഫ് അലൈഹിനെ പിൻപറ്റും അല്ലേ. യത്ബഉൽ മഅതൂഫ് അലൈഹി ഫിൽ ഇഅറാബി. ഇനി വേറെ ചോദ്യം, എന്തിൽ പിൻപറ്റും, ചില പരീക്ഷയിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മഅതൂഫ് അലൈഹി ഏത് വിഷയത്തിൽ പിൻപറ്റും, അപ്പോൾ ഉത്തരം ഫിൽ ഇഅറാബി കേട്ടോ. അത് ഞാൻ വേറെ ക്വസ്റ്റ്യൻ പറഞ്ഞു തരാണ്. 2 ഇഅറാബുൽ മുദാഫ് ഇലൈഹി മാ ഹുവ, മുദാഫ് ഇലൈഹിന്റെ ഇഅറാബ് എന്താകുന്നു, മുദാഫ് ഇലൈഹിന്റെ ഇഅറാബ് എന്താ, ജർ അല്ലേ, മുദാഫ് ഇലൈഹി മജ്റൂറാണ്, ജറാണ് ഇഅറാബ്. ഓക്കെ. 3 അമലു ഇന്ന, ഇന്നന്റെ അമൽ എന്താ, മാ ഹുവ യൻസിബുൽ ഇസ്മാ വ യർഫഉ ഖബറഹ, ഇസ്മിനെ നസ്ബയും ഖബറിനെ റഫ്ഉം ചെയ്യും. 4 അൽ ഹുറൂഫുൽ ജാസിമത്തുൽ മുദാരികം, മുദാരിക് ജസ്മയുടെ ഹർഫുകൾ എത്ര, 5 എണ്ണം. ഇൻ ലം അല്ലേ, ഇൻ ലം ലമ്മ ലാമുൽ അംർ ലാലിൻ നഹി കേട്ടോ.
നുക്കമ്മിൽ പൂർത്തിയാക്കി വിട്ട ബെയ്ത്ത് 2 ബെയ്ത്ത് തന്നിട്ടാണ് 3 6 മാർക്കുണ്ട്. അപ്പോൾ ബെയ്ത്തും പഠിക്കണേ, കളയരുത്. വർഫ ബിവാബിൻ ഡാഷ് അർറഫി, പിന്നെ വലിൽ ഇനാസി ഡാഷ് സവാഉ, വർഫ ബിവാബിൻ സാലിമൻ മിൻ ജംഇ മുദക്കരിൻ വൽയാലി ഗൈരി റഫി വലിൽ ഇനാസി ആലിഫു വതാഉ ഫനസ്ബുക ജറത്തിൻ സവാഉ. ഇതിപ്പോൾ എന്താണ്? ജമുഅക്കർ സാലിമിൻ്റെയും ജമുഅൻ സാലിമിൻ്റെയും ഇറാബ് പറഞ്ഞതാണ് കേട്ടോ. അത് പഠിച്ചു വെക്കാനും നിങ്ങൾക്ക് ഈ ബെയ്ത്ത് കാണാൻ പഠിക്കൽ എളുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇൽമു നാഫിയാക്കി തീർക്കട്ടെ. അനലൈസ് ചെയ്തു. ഇനി നമുക്ക് പിന്നെ ദുറൂസിൻ്റെത് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേർത്തി എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുർസലുകൾക്ക് വിവാഹം, നന്ദിയുള്ള കൽബ് 10,000 കോടി, നബി ചര്യ, ഇങ്ങനെ ആൻസർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആനിൻ്റെ വിശദീകരണമാണ് ഡാഷ് നബി ചര്യ. ആൻസർ 2, സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചു കാണിച്ചു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. 3, അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ് ഡാഷ് മുർസലുകൾ. 4, കുടുംബത്തിൻ്റെ തുടക്കം ഡാഷ്. ആൻസർ വിവാഹം. 5, 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഇരുലോക നന്മ അവന് നൽകപ്പെട്ടു. അതിലൊന്നാണ് നന്ദിയുള്ള കൽബ്. എന്ത് കാര്യം ചെയ്താലും എന്ത് നന്മ നമുക്ക് കിട്ടിയാലും അൽഹംദുലില്ലാഹ് പറയണം. ഓക്കെ. 6ാമത്തെ ക്വസ്റ്റ്യൻ, മസ്ജിദുൽ ഹറാമിൽ നിസ്കാരത്തിൻ്റെ പ്രതിഫലം എത്രയാണ്? 10,000 കോടി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വലിയ 2ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടെത്താം. മിറാജ് രാവ് ഡാഷ് റജബ് 27 അല്ലേ? താസ്വാ ദിവസം മുഹറം 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കി വെച്ചു പോയ 2 കാര്യങ്ങൾ. 1, കിതാബുല്ലാഹ്, 2, സുന്നത്ത് റസൂലിഹി, റസൂൽ അള്ളാഹുവിൻ്റെ കിതാബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയും. 4, അഹ്ലു സുന്നത്തി വൽ ജമാഅ സിറാത്തുൽ മുസ്തഖീം, പുതിയ തലമുറക്ക് കേരളത്തിൽ കാണിച്ചു കൊടുത്ത സംഘടന ഏത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ. 5, നിത്യവും ദുആ ചെയ്യൽ വാജിബാണ്. ഏത് ദുആ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹയിൽ ഓതുന്ന ആയത്തട്ടോ. 6, 3ാമത്തെ ക്വസ്റ്റ്യൻ, ആര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ മതി. മൻ വസലക വസലതു വമൻ ഖതഅതി ഖതഅതു. മൻ വസലക്കി, എന്നോട് ആര് ചേർത്തു ഓരോ ഞാൻ ചേർത്തു, എന്നോട് ആര് മുറിച്ചു ഓരോ ഞാൻ മുറിച്ചു. ഇത് പറഞ്ഞാരാ? അള്ളാഹ്. ആരോടാ പറഞ്ഞത്? സിലത്തുർ റഹ്മാനോട്. ഇനി ചോദ്യം, പിന്നെ എങ്ങനെ വരും? അള്ളാഹ് പിന്നെ ചേർത്ത ആൾക്കാർ ആരാന്ന് വേറെ ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതാരാ? കുടുംബമൊന്നും ചേർത്തുന്നവൻ. നിങ്ങൾ ഉത്തരം പറയണേ. 2ാമത്തെ ക്വസ്റ്റ്യൻ, അയൽവാസികളോട് നല്ല നിലയിൽ വർത്തിക്കാം, അവർക്ക് ഗുണം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? അയൽവാസികളുടെ നല്ല നിലയിൽ വർത്തിക്കാനും അവർക്ക് ഗുണം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? ഇത് ആരാ പറഞ്ഞതെന്ന്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ ചരിത്രം ഓർമ്മ ഞങ്ങൾക്ക് കള്ളുടിച്ച് വന്നിട്ടുള്ള. ഓക്കെ, അത് മനസ്സിലാക്കട്ടോ. 3, അവിടുന്ന് എൻ്റെ മേൽ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താകുന്നു? ആരാണിത് ചോദിച്ചത്? സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങളോടാണ് ചോദിച്ചത് കേട്ടോ. 4, അപ്പോൾ റസൂൽ ഉത്തരം പറഞ്ഞാൽ എന്താ? നാവ് പിടിച്ചിട്ട് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 4ാമത്തെ ചോദ്യം, നീ പറഞ്ഞ വാക്ക് സമുദ്ര വെള്ളത്തിൽ കലർത്തിയാൽ ആ വെള്ളം പകർച്ചയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാ പറഞ്ഞത്? നമ്മുടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടാണ് അല്ലേ? ആ ചരിത്രങ്ങൾ ഓർമ്മയില്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരം എഴുതാം. ഇസ്തിഗ്ഫാർ കൊണ്ട് നേടാം എന്ത്? ആൻസർ ഇഹപര വിജയം. 2, മുഅ്മിനിന്റെ ആയുധമാണ് ഏത്? അദ്ദുആ സിലാഉൽ മുഅ്മിൻ. അദ്ദുആ ട്ടോ, അദ്ദുആ പ്രാർത്ഥന. 3, ഉറങ്ങൽ ഉചിതമല്ലാത്ത സമയം ഏതെല്ലാം? ഇശായിന് മുമ്പ്, ഫജ്ർ വെളിവായതിനു ശേഷം, സൂര്യോദയത്തിന് മുമ്പ്, അസറിന് ശേഷം. 3 നേരെ. 4ാമത്തെ ചോദ്യം, അത് കൽബിനെ കഠിനമാക്കും ഏത്? ദിക്റല്ലാത്ത സംസാരം അധികരിപ്പിക്കൽ. വെറുതെ ഇങ്ങനെ വർത്തമാനം പറയാം. 5, ദുആ എന്നാൽ എന്ത്? തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ സർവശക്തനായ അള്ളാഹുവിനോട് അപേക്ഷിക്കലാണ് ദുആ. ഓക്കെ. 6, കുടുംബബന്ധം ചേർക്കുന്നവന് 2 ഗുണങ്ങൾ ഏതെല്ലാം? 2 ഗുണങ്ങൾ ഏതാ? 1, ആഹാരത്തിൽ സമൃദ്ധി ലഭിക്കും, ആയുസ് ദീർഘിക്കും, അള്ളാഹു ബന്ധം പുലർത്തും. 3ാമത്തെ എക്സ്ട്രീം കൂടി നമ്മൾ പറഞ്ഞു കേട്ടോ.
7 സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്തിൻ്റെ പേരെന്താ? റൗള ഷരീഫ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവിടെ പോകാനും അവിടെ ഇരിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റഹ്മാൻ റഹീം. 8 സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? റളിയല്ലാഹു അൻഹു അല്ലേ. ഇനി ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം അസീസ് പഠിക്കണേ. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കളുടെ പേര് വരുമ്പോൾ എന്ത് പറയണം? അലൈഹി സ്വലാത്തു വസ്സലാം. ഉറക്കം ഓർമ്മപ്പെടുത്തും എന്തിനെ? മരണത്തെയും പരലോക ജീവിതത്തെയും. 10 നമ്മുടെ ഈമാൻ കരുത്തുറ്റതാകും എപ്പോൾ? അല്ലാഹു നമ്മെ എപ്പോഴും കാണുന്നുണ്ടെന്ന ബോധം ഉണ്ടാകുമ്പോൾ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 5ാമത്തെ വലിയ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം. റാത്രാവ് ശബാബ് 5. 2 ലൈലത്തുൽ ഖദറിലെ പുണ്യം 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ്. 3 4 മദ്ഹബുകൾ, മദ്ഹബ് ഷാഫി അല്ലെ, ഹനഫി, മാലിക്കി, ഹംബലി, ഈ 4 മദ്ഹബുകളാണ്. 4 ഇനിയിപ്പോൾ 4 ഇമാമുകൾ പേര് വയ്ക്കുകയാണെങ്കിൽ ഇമാമുന ഷാഫി, ഇമാമുന ഹനഫി, ഇമാമുന മാലിക്കി അല്ല, ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ഹംബലി റളിയല്ലാഹു അൻഹു. അങ്ങനെ പറയണേ. ഏറ്റവും പുണ്യമുള്ള പള്ളി ഏതാ? മസ്ജിദുൽ ഹറാം. പിന്നത്തെ പള്ളി ഉള്ളത് ഏതാ? മസ്ജിദുൽ നബവി. പിന്നത്തതോ? മസ്ജിദുൽ അഖ്സ. പിന്നെ ലോകത്തെ പള്ളി ഒരേ പ്രതിഫലമാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഒരു നിസ്കാരത്തിന് 1000 നിസ്കാരങ്ങളുടെ പ്രതിഫലം ലഭിക്കുന്ന പള്ളി അതേതാ? മസ്ജിദുൽ അഖ്സ. അപ്പം ഈ ചോദ്യം, പിന്നെ മസ്ജിദ് നബവിയിൽ എത്ര പ്രതിഫലം? 10 ലക്ഷം. മസ്ജിദുൽ ഹറാമിലെ അടുത്ത ക്വസ്റ്റ്യൻ 10,000 കോടി കേട്ടോ. ഇതും പ്രത്യേകം നോട്ട് ചെയ്യണേ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇൻഷാ അല്ലാഹ് വരും. 6 സാരം എഴുതാം. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. ഉത്തരം കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. 2 ഉദൂനി അസ്തജിബ് ലക്കും. എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. 3 തുക്സിർനൽ ലഅനവത് തക്ഫുർനൽ അശീറ. നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുകയും കുടുംബക്കാരോട് നന്ദി കേട് കാണിക്കുകയും ചെയ്യുന്നു അല്ലേ. അൽഹംദുലില്ലാഹ്. നമ്മളപ്പോൾ ഈ വിഷയവും നമ്മൾ ദുറൂസും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഒരു പേപ്പർ ഫിക്ക് ഒന്ന് പെട്ടെന്ന് നോക്കാം കേട്ടോ. സമയം ദീർഘിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരം കൊണ്ടാണ് ചെറിയ ക്വസ്റ്റ്യനുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു പോയത്. അപ്പോൾ ദീർഘിച്ച് ക്ഷമിക്കണം പ്രിയപ്പെട്ട മക്കൾ. 1 യോജിപ്പിക്കാം. 3 മുക്കല്ലഫാവുക. 2 അറഫാ ദിവസം 8 ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1ാമത്തെ ചോദ്യം നോക്കൂ. ഹജ്ജും ഉംറയും നിർബന്ധമാകാനുള്ള ഷർത്ത് ഇതിൽപ്പെട്ടത് ഏതാണ്? മുക്കല്ലഫാവുക എന്നുള്ളതാണ്. ബാക്കിയുള്ള നിങ്ങൾ ഓർത്തിട്ട് ഞാൻ പറയാൻ നേരമില്ല. 2 നോമ്പിൻ്റെ ഫർളുകൾ 2 അല്ലേ. അത് ഓർക്കണേ. എനിക്ക് ഓർമ്മയുണ്ട്, പറഞ്ഞാൽ നേരം പോയി വിചാരിച്ചാൽ പറയാത്ത. 3 ദുൽഹിജ്ജ 9 എന്നാണ്? അറഫാ ദിവസം. 4 സക്കാത്തിൻ്റെ അവകാശികൾ എത്ര? 8. 5 സയ്യിൻ്റെ ഷർത്തുകൾ 3. ഇനി വലിയ 2 ശരി അടയാളപ്പെടുത്തുക അല്ലേ. 1 മൻ ഹജ്ജ വലം യസുർനി ഫഖദ് കഫാനി ജഫാനി ആസാനി. ആൻസർ ജഫാനി. 2 ഹജ്ജിന് ഇഹ്റാം ചെയ്ത് സ്ത്രീക്ക് ഹറാമാണ് വെള്ളം കുടിക്കൽ, മുടി മറക്കൽ, മുഖം മറക്കൽ. ഏതാ? മുഖം മറക്കൽ കേട്ടോ. 3 ഒരു മീക്കാത്തിൻ്റെ പേര് യലംലമ്, തോയിഫ്, മദീന. ഏതാ? യലംലമ്. 4 നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കൽ വാജിബ്, സുന്നത്ത്, കറാത്ത്. സുന്നത്ത്. ആൻസർ കറക്റ്റ്. 5 ഒരു തയമ്മും കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം? 1 ഫർള്. 1 എന്നുള്ള ഉത്തരം ടിക്ക് ചെയ്യുക. 2, 4 എന്നൊക്കെ എഴുതിക്കണം. 1 ശരി ഉത്തരം. വലിയ 3 വിധി എഴുതാം. മക്കയിൽ പ്രവേശിക്കാൻ കുളിക്കൽ എന്താ? സുന്നത്ത്. സക്കാത്തുൽ ഫിത്തറിന്റെ വിധി എന്താ? വാജിബ്. അയ്യാമത്തെ ശരീക്കിൽ നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമ്. 4 ഫർള് നോമ്പിന് രാത്രി നിയത്ത് ചെയ്യൽ വാജിബ്. 5 കാരണം കൂടാതെ സക്കാത്തുൽ ഫിത്തർ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് ബിന്ദിക്കൽ കറാത്ത്. ഞാൻ ദിവസത്തെ തൊട്ട് ബിന്ദിക്കലോ? ഹറാം കേട്ടോ. അങ്ങനെ ചോദ്യം വരാറുണ്ട്. ഓക്കെ, 4 പൂർത്തിയാക്കാം. അമൻ ഷഹീദ മിൻകും അശ്ശഹറ ഡാഷ് ഫൽയസുംഹു കേട്ടോ. മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഡാഷ് ഫി അയ്യദാ തുആമഹു വ ശറാബ. അടുത്ത് വലിയ 5ാമത്തെ ക്വസ്റ്റ്യനെ നോക്കണേ. തയമ്മുമിൻ്റെ അവയവങ്ങൾ ഏതെല്ലാം? മുഖവും 2 കൈയും അല്ലേ. 2 കൈകളിൽ മുറിവുണ്ടായാൽ എത്ര തയമ്മം വേണം? 1 തയമ്മം. കാരണം എന്താ? ഈ 2 കൈയും കൂടി ഒറ്റ അവയവമായിട്ടാണ് കൂട്ടിയിട്ടുള്ളത്. ഓക്കെ. ഇനി ഇതേ ചോദ്യം വരാം. 2 കാലുകളിൽ മുറിവുണ്ടായ എത്ര തയമ്മം ചെയ്യണം?
അപ്പോൾ നിങ്ങൾ ബേജാറായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് 1 എന്നാണ്. അപ്പോൾ 2 കാര്യം ചെയ്യേ, എന്നിട്ട് അറിയാതെ നിങ്ങൾ 2 എന്ന് പറയരുതേ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുഖഫഫായ രഹസ്യം എന്നാൽ എന്ത്? ഇത് കുറേ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് മക്കളെ, പ്രത്യേകം നോക്കണേ. 2 വയസ്സ് പൂർത്തിയാകാത്ത പാലില്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം. ഓക്കെ, ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആൺകുട്ടിയുടെ പെൺകുട്ടിയൊന്നും ശരിയാവില്ല. 4 ഒരു എത്ര ലിറ്റർ? 3.200, അതായത് 3.200 3.200 ലിറ്റർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നോമ്പിൻ്റെ ഫർളുകൾ എത്ര? ഏതെല്ലാം? 2 എണ്ണമാണ്. 1 നിയ്യത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യത്തിൽ തൊട്ട് പിടിച്ചു നിൽക്കുക. 6ാമത്തെ ചോദ്യം ഇഫ്രാദ് എന്നാൽ എന്ത്? ആദ്യം ഹജ്ജും പിന്നെ ഉംറയും നിർവഹിക്കുക, അതാണ് ഇഫ്രാദ്. 7 തവാഫിൻ്റെ ഷർത്തുകൾ എത്ര? 8 ആൻസർ 8 എന്നാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ത്വഹാറത്തിൻ്റെ ശർഈയായ അർത്ഥം എന്താണ്? അശുദ്ധി കാരണമായി ഉണ്ടായ അല്ലെ, അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തുക. എന്താണ്? അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തുക. വലിയ 6ാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം. 1ാമത്തെ ക്വസ്റ്റ്യൻ സ്വർണത്തിൽ സക്കാത്ത് നിർബന്ധമാകാനുള്ള കണക്ക് 20 മിസ്കാല്, അതായത് 85 ഗ്രാം. 2ാമത്തെ ക്വസ്റ്റ്യന് എത്തികാഫ് എന്നാൽ എന്ത്? നിസ്കാരത്തിൻ്റെ തുമനീയത്തിനേക്കാൾ കൂടിയ സമയം നിയത്തോടെ പള്ളിയിൽ താമസിക്കുക, ഇതാണ് എത്തികാഫ് എന്ന് പറയാ കേട്ടോ. ഇതെപ്പോഴും സുന്നത്താണ്. റമദാനിൽ എന്താണ്? ഭയങ്കര സുന്നത്താണ്, കൂടുതൽ സുന്നത്താണ്. 3 അറഫയിൽ നിൽക്കേണ്ട സമയം. ശ്രദ്ധിക്കണേ, അറഫയിൽ നിൽക്കേണ്ട സമയം എപ്പോഴാ? ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെ. ദുൽഹിജ്ജ 9ൻ്റെ ഉച്ച തിരിഞ്ഞത് മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെ. ഓക്കെ, മനസ്സിലായില്ലേ? 4ാമത്തെ ചോദ്യം ഹജ്ജിൻ്റെ വാജിബാത്തിൽ നിന്നും 2 എണ്ണം. 1 മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. 2 വലിയ പെരുന്നാൾ രാവ് പകുതിയായ ശേഷം അല്പമെങ്കിലും മുസ്ദലിഫയിൽ താമസിക്കുക. അങ്ങനെ കുറേ ഉണ്ട്, ബാക്കിയുള്ളൊക്കെ ഉണ്ട്, പക്ഷേ 2 ഇതാ ചോദിച്ചിട്ടുള്ളൂ. 5ാമത്തെ ചോദ്യം ജന്നത്തുൽ ബഖീയ എവിടെയാണ്? മദീനയിൽ. 6ാമത്തെ ചോദ്യം മിഅ്റാജ് രാവ് റജബ് മാസം 27 അൽ ഖാഫിഖാനി അൽ മഷ്രിഖ് വൽ മഗ്രിബു അല്ലേ? ശരിക്ക് ഉഫ്കുൽ മഗ്രിബി വൽ മഷ്രിഖി, മഷ്രിഖിലെയും മഗ്രിബിലെയും ചക്രവാളം നിങ്ങൾ അൽ മഗ്രിബ് വൽ മഷ്രിഖ് എഴുതിയാൽ മതി കേട്ടോ. 8 മദീന പള്ളിയിൽ കടക്കേണ്ടത് ഏത് വാൽക്കൂടെയാണ്? കുറേ വാതിലുണ്ട്, കുറേ ഗേറ്റുകളുണ്ട് മദീന പള്ളിയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ കയറേണ്ടത് ബാബ് ജിബ്രീൽ കൂടെയാണ്. അള്ളാഹു നമുക്ക് ഇതിനെല്ലാം തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമ്മൾ അൽഹംദുലില്ലാഹ് ലിസാനുൽ ആയി ഈ താരീഖും കൂടിയാണ് നമ്മൾ പറയാനുള്ളത്. എന്നാൽ നമ്മളെല്ലാം അനലൈസ് ചെയ്ത് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, 1ാമത്തെ ചോദ്യം യോജിപ്പിക്കാം. ഷാജഹാൻ, കുതുബുദ്ദീൻ ഐബക്, വാഴക്കാട്, ജുമാഅത്തുൽ ഉഖ്റ, ജന്നത്തുൽ ബഖീ, ഷാബാൻ, കൊച്ചി. നിങ്ങൾ പറയട്ടോ. 1 ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ച മാസം ഏതാ? ഷാബാനാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായ മാസം ഏതാ? ജുമാഅത്തുൽ ഉഖ്റ. 3 ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെ? ജന്നത്തുൽ ബഖീയിൽ. 4 കണ്യത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെയാണ്? റഹ്മത്തുള്ളാഹി അലൈഹി വാഴക്കാട്. 5 ഡൽഹിയിൽ ചെങ്കോട്ട സ്ഥാപിച്ചതാരാ? ഷാജഹാൻ. ആരാണ്? ഷാജഹാൻ ചക്രവർത്തിയാണ്. കുതുബ് മിനാർ നിർമ്മിച്ചതാരാ? കുതുബുദ്ദീൻ ഐബക്. 7 മഖ്ദൂം 1ാമൻ്റെ ജന്മസ്ഥലം എവിടെ? കൊച്ചി. ഇനി ശരി അടയാളപ്പെടുത്തുക. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വഫാത്ത് 1932, 36, 22 കൺഫ്യൂഷൻ ആക്കുന്ന ഡേറ്റുകളാണ്. 32 ശരി കേട്ടോ. മഖ്ദൂം 2ാമൻ രചിച്ചതാണ് അദ്കിയ, ഫത്തുൽ മുബീൻ. നിങ്ങൾ പാക്ചാണ് ഫത്തുൽ മുബീൻ എന്നൊക്കെ എഴുതും, എഴുതരുത് ഫത്തുൽ മുഈൻ കേട്ടോ, ഫത്തുൽ മുഈൻ. 3 അരക്കൽ രാജകുടുംബം നിലവിൽ വന്നത് ഏത് വർഷത്തിലാ? ഹിജ്റ 46, ഹിജ്റ 24, ഹിജ്റ 64. ഉത്തരം ഹിജ്റ 64ആണ്. അബ്ബാസിയ ഖിലാഫത്തിന്റെ തുടക്കം ഹിജ്റ 132, 136, 133. ഏതാ ശരി? 132. കണ്ടോക്ക് ഒക്കെ കൺഫ്യൂഷൻ ആക്കണ നമ്പറായിട്ടിട്ടുള്ളൂ കേട്ടോ. 5 ത്വൽഹ റളിയല്ലാഹു അൻഹു വഫാത്തായ യുദ്ധം ഏതാ? ജമൽ യുദ്ധം. ഖൈബർ, യർമൂക്കൊക്കെ പിന്നെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ഏതാ? ജമൽ യുദ്ധം. 6 സഈദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സ്ഥലം ഏതാ? മദീന, ബസറ, അഖീഖാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി 3ാമത്തെ വലിയ ചോദ്യം പൂരിപ്പിക്കാം. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഡാഷ്? അലി റഹ്മത്തുള്ളാഹി അലൈഹി.
2 മമ്പുറന്തങ്ങളുടെ ജനന വർഷം ഹിജ്റ 1166. 3 മഖ്ദൂം രണ്ടാമൻ വഫാത്തായ സ്ഥലം മാഹിക്കടുത്ത് ചോമ്പാലിൽ. ഈ ചോമ്പാലിൽ നിന്ന് മാത്രം ഇതാലും ശരി ഉത്തരം കിട്ടും കേട്ടോ, മാർക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. 4 കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഖബർ എവിടെ? ചൊക്ലി കേട്ടോ. 5 അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ജന്മസ്ഥലം എവിടെയാ? വാളക്കുളം. 6 ഹൈദരാബാദിലെ മുഫ്തിയായിരുന്നു ഡാഷ് ആര്? നമ്മുടെ ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അടുത്തത് വലിയ 4 ഉത്തരമെഴുതാം. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന്റെ പേരെന്ത്? ഫാത്തിമ റളിയല്ലാഹു അൻഹാ. നമ്മുടെ ഫാത്തിമ ബീവിയില്ലേ മഹദി. 2 ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മസ്ഥലം ഏത്? മദീന. 3 അശ്റത്തുൽ മുബശ്ശിരിൽ നിന്ന് അവസാനം വഫാത്തായതാര്? സഅദ് റളിയല്ലാഹു അൻഹു. ഓക്കെ. 4 പിതാവിന്റെ ദുആ കാരണം ഇസ്ലാമായതാര്? സഈദ് റളിയല്ലാഹു അൻഹു. 5 ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാൾ ഊരി വ്യക്തിയാര്? സുബൈർ ഇബ്നുൽ അവ്വാം. അതിന്റെ ചരിത്രമൊക്കെ നോക്കണേ. 6 ത്വൽഹ റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ യുദ്ധമേത്? ഉഹുദ് യുദ്ധം. 7 അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ എത്തിയത് ആരിലൂടെ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെ. 8 ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള മിനാരമേത്? കുത്തബ് മിനാർ. 9 അറക്കൽ രാജകുടുംബം ആദ്യ തലസ്ഥാനം എവിടെ? അവരുടെ അറക്കൽ രാജകുടുംബത്തിന്റെ ആദ്യ തലസ്ഥാനം എവിടെ? ധർമ്മടം. പിന്നെ എവിടെയായിരുന്നു? കണ്ണൂര്. അടുത്ത ചോദ്യം, ചേരമാൻ മസ്ജിദിന്റെ സ്ഥാപകൻ ആര്? ചേരമാൻ മസ്ജിദിന്റെ സ്ഥാപകൻ ആര്? ചേരമാൻ പെരുമാളിന്റെ സഹോദരിയായിരുന്ന ശ്രീദേവിയുടെ മകനായ മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹു കേട്ടോ, മുഹമ്മദ് അലി എന്നവർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, മുർഷിദ് തുല്ലാബ് എന്ന കിതാബിന്റെ രചയിതാവാര്? മഖ്ദൂം ഒന്നാമൻ. ഓർക്കരുതേ, മഖ്ദൂം ഒന്നാമൻ. 12 സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബനാമം എന്ത്? ബനു അസദ്. ഇനി വലിയ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം. 1 ഉമർ ഖാദി റളിയല്ലാഹു അൻഹു രചിച്ച 3 കിതാബുകൾ. 1 സല്ലല്ലാഹു. 2 നഫായിസുദ് ദുറർ. പിന്നെ മഖാസിദുൻ നിഖാഹ്, ഉസൂലുൽ ദബ്ഹ് കേട്ടോ. ഈ കിതാബുകളാണ് 3 കിതാബുകൾ. 3 കിതാബായി നമ്മൾ 4 പറഞ്ഞത് കേട്ടോ. ഓക്കെ. 2 ഇസ്ലാമിക ഖിലാഫത്തിന്റെ 4 പ്രധാന ഘട്ടങ്ങൾ. 1 റാഷിദിയ, 2 അമവിയ, 3 അബ്ബാസിയ, 4 ഉസ്മാനിയ. 3ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ 3 സാമൂഹിക ഗുണങ്ങൾ. 1 മാന്യമായ വേഷവിധാനം. 2 മഹത്തായ ജീവിതശൈലി. 3 എല്ലാ തരം ജനങ്ങളോടും സ്നേഹിക്കാനുള്ള കഴിവ്. എല്ലാ തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ്. അൽഹംദുലില്ലാഹ് നമ്മളെ 4 പേപ്പറും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 1ന്റെ നാളത്തെ പരീക്ഷയുടെ 2 ക്വസ്റ്റ്യനും. അള്ളാഹു നമ്മുടെ ഇൽമൊക്കെ നാഫിയാക്കട്ടെ. പരീക്ഷയിലും പരീക്ഷണങ്ങളിലൊക്കെ അള്ളാഹു മഹാന്മാരുടെ മശായിഖന്മാരുടെ അക്കിലാവർക്കത്തോടെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ ചെയ്ത അമലൊക്കെ സ്വാലിയായ അമലൊക്കെ കബൂൽ ചെയ്തിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മശായിഖന്മാർ അമ്പിയാക്കൾ ഔലിയാക്കളുടെ ഹദ്റത്തിലേക്ക് ഇതിൻ്റെ മിസ്ല തവാബ് എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു ഒരു സ്വാലിയായ അമലായി സ്വീകരിക്കട്ടെ. നല്ല പരീക്ഷയിൽ നിങ്ങൾ നല്ല ഉഷാറായി എഴുതി വിജയിച്ചു വരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.